മികച്ച ഇന്ധന വ്യാപാര ഏജൻസി KT അഹമ്മദ് ഹാജി KSK ഫ്യൂൽസ് വണ്ടൂർ. വിശ്വസ്തതയും ക്വാളിറ്റിയും മികച്ച സർവീസും കൊണ്ട് കഴിഞ്ഞ 10 വർഷമായി നിങ്ങളോടൊപ്പമുള്ള പെൻട്രോൺ ഇനി കൂടുതൽ സൗകര്യങ്ങളോട് കൂടി. പെൻട്രോൺ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, പെൻട്രോൺ ടവർ, മഞ്ചേരി റോഡ്, അപ്ഹിൽ, മലപ്പുറം. SS ടവർ, മിനർവപ്പടി, നിലമ്പൂർ. ചെറിയ കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചയാൾ പോലീസ് പിടിയിൽ. കേരള പോലീസിന് കീഴിലെ സൈബർ ഡോം നടത്തിയ P-Hunt 17.1 ഓപ്പറേഷനിലൂടെയാണ് പ്രതി പിടിയിലായത്. ടെലിഗ്രാം ആപ്പ് വഴി 50ഓളം ചാനലുകളിലൂടെയാണ് പ്രതിയായ തിരുവാലി പുന്നപ്പാല സ്വദേശി കോക്കാടൻ ഷറഫ് അലി വീഡിയോകൾ പ്രചരിപ്പിച്ചത്. ലൈംഗിക ദൃശ്യങ്ങൾ തടയുന്നതിനായി തിരുവനന്തപുരത്തെ കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ പോലീസിന് കീഴിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗമാണ് സൈബർ ഡോം. 18 വയസ്സിന് താഴെയുള്ളവരുടെ ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് തടയാനായി ഇവർ നടത്തുന്ന ഓപ്പറേഷനാണ് P-Hunt 17.1. ഇവരുടെ നിരീക്ഷണത്തിൽ മലപ്പുറത്തെ 2 മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം SP ദേബേഷ് കുമാർ ബെഹ്റയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഷറഫ് അലി പിടിയിലായത്. ഇയാൾ ജിയോ സിം വഴി നെറ്റ് കണക്ഷൻ എടുത്ത് ഐഡിയ നമ്പറിലുള്ള ടെലിഗ്രാം വഴി 100ഓളം ചാനലുകൾ ആരംഭിച്ചാണ് 1 ലക്ഷത്തിലധികം വരുന്ന വരിക്കാർക്ക് വീഡിയോ അയച്ചു കൊടുക്കുന്നത്. കൂടാതെ പൂമ്പാറ്റ, നാടൻ തുണ്ടുകൾ, ഗേസെക്സ് എന്നീ ഗ്രൂപ്പുകൾ വഴിയും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണിലും ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ ഉള്ളതായി പോലീസ് പറയുന്നു. അതേസമയം പ്രതി എന്തിനാണ് ഇത്തരം പ്രവൃത്തി നടത്തുന്നതെന്ന് പോലീസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ്. കേരളത്തിൽ നമ്മൾ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സംവിധാനമാണ് സൈബർ ഡോം തിരുവനന്തപുരം. കഴക്കൂട്ടം ബേസ് ചെയ്തിട്ടുള്ള ഈ സംവിധാനം ഈ അടുത്ത കാലത്ത് കുട്ടികൾ ഉപയോഗിച്ചുള്ള പോണോഗ്രാഫി വളരെയധികം പ്രചരിക്കുന്നതായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ P-Hunt 17.1 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പരിപാടി ആരംഭിക്കുകയും ചെയ്തു. ഈ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ തന്നെ കുട്ടികളുടെ ഫോണുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും അത് സൈബർ ഡോം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ദേബേഷ് സാറിന് അയച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഇനീഷ്യേഷനോട് കൂടി നമ്മളൊരു ടീം ഫോം ചെയ്തു. പെരുന്തൽമണ്ണ DSP സാറായിട്ടുള്ള മോഹൻദർ സാറ്, നിലമ്പൂർ CI ബിജു സാറ്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ CI ബിനു, വണ്ടൂർ CI, വണ്ടൂർ SI തുടങ്ങിയ വലിയ ഒരു ടീമിനെ സൈബർ നെറ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന സൈബർ ടീം എല്ലാം കൂടി ആസൂത്രണം ചെയ്തുകൊണ്ട് വലിയ ഒരു ടീമിനെ സെറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മളൊരു ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു. ഇതിൽ നമ്മൾ തിരുവാലിയിലുള്ള ഒരു വ്യക്തി ഷറഫ് അലി എന്ന് പറയുന്നൊരു വ്യക്തി തൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ ഈ ചൈൽഡ് പോണോഗ്രാഫി പ്രചരിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മൾ പോലീസ് ടീം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏകദേശം 51ഓളം ചാനലുകൾ ആണ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 51 ചാനലിൽ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ വാട്സപ്പ് പോലെയുള്ള ഗ്രൂപ്പുകളിൽ നമുക്ക് 250 ആളുകളെയാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ചാനലുകളാക്കി മാറ്റുമ്പോൾ ഇതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ആയിരക്കണക്കിന് ആളുകളെ ചാനലിലേക്ക് കൊണ്ടുവന്ന് ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വലിയ രീതിയിലുള്ള അന്വേഷണം ഇതിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം നമ്മൾ 51 ചാനലുകൾ ഇതിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ പോൺ
ആക്ടിവിറ്റീസാണ് ഇതിനകത്ത് കൂടുതലായിട്ടും പ്രചരിപ്പിക്കുന്നത്. ഇത് സമൂഹത്തിൽ വലിയ ഒരു അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസ് ഇതിലൂടെ ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല, നമ്മളെ കുട്ടികളൊക്കെ വളരെ യഥേഷ്ടം കൈകാര്യം ചെയ്യുന്ന മൊബൈൽ ഫോൺ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ സോഷ്യൽ മീഡിയ മൂലം എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുകൂടിയുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ കേസ് ഞങ്ങൾ എടുത്ത് അന്വേഷിക്കുന്നത്. MCA പഠനം പൂർത്തിയാക്കിയ പ്രതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനൊരുങ്ങുകയാണ് പോലീസ്. ഇയാൾക്കെതിരെ പോക്സോ, IT, കൊച്ചുകുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.